ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി വന്നാട്ടോ. ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഷൂ ഇടാനായിട്ട് ഞാൻ ആ പള്ളിന്റെ കോലായിൽ ഇരുന്ന് ആ കോലായിൽ ഇരിക്കുന്ന സമയത്ത് പള്ളിന്റെ അടുത്തൊരു സഹോദരൻ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് അവന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അറിയാം മലയാളിയാണ്. ഒന്ന് ചെന്ന് സംസാരിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് സലാം പറഞ്ഞ് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കും. എനിക്ക് വന്നിട്ട് 2 മാസമായി, ഇതുവരെ ജോലി റെഡി ആയിട്ടില്ല. വിസ റിന്യൂവലിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. നാളെ റിന്യൂവലിന് പോകും. റിന്യൂവലിന് പോയി വന്നാലെങ്കിലും റെഡി ആവണമെന്നുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരനെ കണ്ടപ്പോൾ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇപ്പോഴും അസർ നിസ്കാരത്തിന് ശരിക്കലില്ലേന്ന് വെച്ച്. അല്ല, ഞാൻ ഇവിടെ തൊട്ടടുത്ത് ജോലിക്ക് കയറി 5 നേരത്തെ നിസ്കാരം ഞാൻ മുടങ്ങാതെ നിസ്കരിക്കും. ഇരിക്കാനുള്ള സമയം ഇപ്പം കിട്ടാറില്ല എന്നുള്ളത്. പടച്ചോനുണ്ടല്ലോ, ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സമാധാനം വേണോ, സന്തോഷം വേണോ, നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ വേണോ, 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിലനിർത്തിക്കട്ടോ. കാരണം ഞാൻ കുറെ തമ്മാടിയായിട്ട് അല്ലെങ്കിൽ കുറെ വെറുപ്പിച്ചിട്ട് കുറെ ആൾക്കാർക്ക് ഇടങ്ങാറുണ്ടാക്കി നടന്നൊരു മനുഷ്യനെ ഒരൊറ്റടിക്ക് 10 ദിവസം 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഒരു നിസ്കാരം ഒഴിവായി കഴിഞ്ഞാല് എന്റെ മനസ്സിന് വല്ലാത്തൊരു നീറ്റലാണ്, വല്ലാത്തൊരു വെപ്രാളാണ്. എന്ത് തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഏത് മല ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലും നിസ്കാരം നിലനിർത്തുന്നവനിക്ക് പടച്ചോൻ സമാധാനം തരും.